ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ വക്കീലിനോട് ഗീതാഞ്ജലി പറയുക, അതെ, എൻ്റെ പേരിൽ എൻ്റെ ഒപ്പിട്ട് വ്യാജരേഖ ഉണ്ടാക്കിയതിന് എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം അമ്മയെ ചോദ്യം ചെയ്തേ പറ്റൂ. അപ്പോൾ ജഡ്ജി പറയുക, അതെ, വെറും വാക്കുകൾ കൊണ്ട് ഇവിടെ കേസെടുക്കാനൊന്നും പറ്റില്ല, അതിന് തെളിവുകൾ വേണം എന്നും. അത് കേട്ടത് ഗീതു, തെളിവുകൾ ഉണ്ടാക്കാം മാഡം, തെളിവുകൾ ഉറപ്പായിട്ടും കിട്ടും. എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാനമ്മ എനിക്കെതിരെ നടത്തുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമുള്ള കാര്യങ്ങളാണ് മാഡം. എന്താണെന്ന് വെച്ചാൽ എന്നെ എൻ്റെ ഭർത്താവിനെ ഒരുമിച്ച് ജീവിക്കാൻ പോലും അവർ അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെയാണ് മാഡം ആ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത് എന്നൊക്കെ. ഇത് കേട്ടതും, ശരി ആയിക്കോട്ടെ, എന്തൊക്കെയായാലും ഞാനൊന്ന് പറയാമല്ലോ. ദേ, എനിക്കൊന്നേ പറയാനുള്ളൂ, പോലീസിനെ വിട്ട് അന്വേഷിപ്പിക്കണമെങ്കിൽ പോലും ഞങ്ങൾക്ക് വ്യക്തമായ തെളിവ് വേണം. വെറുതെ സംശയത്തിൻ്റെ പിന്നിലൊന്നും അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കേട്ടത്, തെളിവുകളുണ്ട് മാഡം, ഇഷ്ടം പോലെ തെളിവുകളുണ്ട്, അന്വേഷിച്ചാൽ കിട്ടാവുന്ന തെളിവുകളാണ്. അത് കേട്ടതും, ശരി ആയിക്കോട്ടെ, അന്വേഷിപ്പിക്കാം. ഇത് കേട്ടത് രാധിക, ഈശ്വരാ, പണി കിട്ടുമല്ലോ അമ്മേ, നമുക്കിവിടെ നിന്ന് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുണും പറയുക, അങ്ങനെ എങ്ങനെ മുങ്ങാനാടാ, നമ്മളിവിടെ തന്നെ ഇരുന്നേ പറ്റൂ എന്നും പറഞ്ഞ് രാധിക. അപ്പോൾ രമേശൻ വക്കീൽ, ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇത് കേട്ടതും ജഡ്ജി, എന്തിനാടോ ഒബ്ജക്ഷൻ? അത് കേട്ടതും രമേശൻ വക്കീൽ, അതെ, എൻ്റെ കക്ഷിയുടെ അമ്മയെ ഈ ഗീതാഞ്ജലി സംശയിക്കുന്നതും അവരെ രണ്ടാനമ്മ എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നതും പിന്നെ എൻ്റെ കക്ഷിയുടെ അമ്മയെ കുറ്റക്കാരിയാക്കുന്നതും തെറ്റല്ലേ യുവർ ഓണർ? അത് കേട്ടതും, എടോ, അതുകൊണ്ടല്ലേ പറഞ്ഞത് സംശയത്തിൻ്റെ പേരിലൊന്നും അവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന്. വ്യക്തമായ അന്വേഷണം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടേ ചോദ്യം ചോദിക്കൂ. താൻ പേടിക്കൊന്നും വേണ്ടടോ രമേശൻ വക്കീലെ, അവിടെ പോയിരിക്കേ എന്നും പറയുവാണ്. ഇത് കേട്ടതും രമേശൻ വക്കീൽ അവിടെ പോയിരുന്നു. അപ്പോൾ ഗീതാഞ്ജലി, മാഡത്തിന് അറിയോ, ഭാര്യ എന്ന നിലയ്ക്ക് എന്നെ ഒരു പരിഗണന പോലും ആ കുടുംബത്തെ എനിക്ക് കിട്ടുന്നില്ല, ആണോടോ എന്നും ജഡ്ജിയുടെ ചോദ്യം. അത് പിന്നെ മാഡം, ഇവൾ അഭിനയിക്കുകയാണെന്നോ മിസ്റ്റർ ഗോവിന്ദ് മാധവ്, ഞാൻ അഭിനയിക്കുകയാണോ എന്നും ഗീതു ചോദിക്കുക. ഇത് കേട്ടതും ഗോവിന്ദ് എന്ന് ചോദിക്കുകയാണ്. അതെ, ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനാണ് പറഞ്ഞത്. അപ്പോഴേക്ക് രമേശൻ വക്കീൽ, യുവർ ഓണർ, എന്താടോ? അതെ, ഗീതാഞ്ജലിക്ക് മെൻ്റൽ പ്രശ്നങ്ങളുണ്ടെന്ന് ബാംഗ്ലൂർ വെച്ച് ഗീതാഞ്ജലിയെ നോക്കിയ ഡോക്ടർ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. ആണോ? അത് ബഹുമാനപ്പെട്ട കോടതി ഒന്ന് വായിക്കണം. അത് കേട്ടത് ജഡ്ജ് ഗീതുവിനെ ഒന്ന് നോക്കുക. അപ്പോൾ രാധിക, നമ്മൾ കൃത്യമായിട്ടുള്ളതിലെത്തി, എന്തായാലും ഇനി ഈ പിടിയിൽ ഗീതു വീഴും. അപ്പോൾ വരും, അമ്മേ, ദേ, നമ്മൾ ജയിക്കാൻ പോവുക, ഗീതുവിന് മെൻ്റൽ ഉണ്ടെന്ന് ഇപ്പോൾ ആ പേപ്പർ നോക്കിയാൽ ജഡ്ജിന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ഡിവോഴ്സ് ഉറപ്പ് എന്നും. ഇത് കേട്ടതും നമ്മുടെ വക്കീൽ പേപ്പർ ചീട്ടെടുത്ത് നോക്കുക. ശരിയാണല്ലോ, ഇതിൽ ഗീതുവിന് മെൻ്റൽ പ്രശ്നങ്ങളുണ്ടെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. എൻ്റെ മാഡം, അത് വളരെ തെറ്റാണ്. ഇതുപോലെ ഡോക്ടർ എഴുതി ചേർത്തതാണ് എന്ന് ഞാൻ മാഡത്തിൻ്റെ സത്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ അങ്ങോട്ട് ഏൽപ്പിക്കുക എന്നും പറഞ്ഞ് ഒരു പെൺഡ്രൈവ് എടുത്ത് ഗീതു ജഡ്ജിയുടെ കയ്യിലേക്ക് കൊടുക്കുക. അത് കണ്ടതും രാധികയും വരണം പേടിച്ച് നോക്കുക. ഈശ്വര, ഇതെന്തൊരു പെൺഡ്രൈവ് ആയിരിക്കും, അതിനകത്ത് എന്തായിരിക്കും? മാഡം, എനിക്ക് മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞ് ഇതിലെഴുതി ചേർത്ത അതേ ഡോക്ടറിൻ്റെ വാക്കുകളാണ് അതിനകത്തുള്ളത്, മാഡം നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജിയുടെ കയ്യിലേക്ക് കൊടുത്തു. അതിനുശേഷം ഗീതു ഒന്ന് ആലോചിച്ചു. വീട്ടിൽ വെച്ച് ഡോക്ടറെ വിളിച്ചത്, ഡോക്ടർ, ഞാൻ ഗോവിന്ദ് മാധവൻ്റെ വൈഫ് ഗീതാഞ്ജലിയാണ്. പറയൂ ഗീതാഞ്ജലി, ഇപ്പോൾ ഗീതാഞ്ജലിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർ, എനിക്ക് ചില സംശയങ്ങളുണ്ട്. എന്താ ഗീതാഞ്ജലി, എന്താണെങ്കിലും ചോദിച്ചോ? അല്ല ഡോക്ടർ, അന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡിസ്ചാർജ് സമ്മറിയിൽ ഡോക്ടർ എനിക്ക് മെൻ്റൽ പ്രശ്നമുണ്ടെന്ന് എഴുതി ചേർത്തായിരുന്നോ? അയ്യോ, ഗീതാഞ്ജലിയെ മെൻ്റൽ ആക്കിയതല്ല ഞാൻ. അങ്ങനെ ഒരു പ്രശ്നം ഗീതാഞ്ജലിക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഗീതാഞ്ജലിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായേക്കാം, അതുകൊണ്ട് ഗീതാഞ്ജലിയെ നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞുള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ വിജയലക്ഷ്മി, ഡോക്ടർ, ഞാൻ വിജയലക്ഷ്മിയെ സംസാരിക്കുന്നത്. പറ മാഡം. നിങ്ങൾ അന്ന് ചെയ്ത ആ കാര്യം കൊണ്ട് ഇന്ന് ഗീതാഞ്ജലിയുടെ ജീവിതം ഡിവോഴ്സ് വരെ എത്തി കോടതിയിൽ നിൽക്കുക. അത് കേട്ടത്, അയ്യോ, അതിനിപ്പോൾ ഞാൻ എന്താ മാഡം ചെയ്യേണ്ടത്? ഡോക്ടർ ഇത് ചെയ്തതിൻ്റെ പേരിൽ ഇനി ഡോക്ടർക്ക് കോടതി കയറി ഇറങ്ങേണ്ടി വരും. അയ്യോ, സത്യമായിട്ടും മാഡം, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ പേരിൽ ഗീതാഞ്ജലിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ പിന്നെ ഡോക്ടർ ഒരു കാര്യം ചെയ്യും,
ഇന്ന് തന്നെ കോടതിയിലേക്ക് വരാൻ പറ്റുമോ? അയ്യോ മാഡം, എനിക്ക് വരാൻ പറ്റില്ല. ഡോക്ടർ പേടിക്കണ്ട, ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നത് വരെയുള്ള എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം. അയ്യോ, ചിലവിൻ്റെ കാര്യം ഓർത്തിട്ടല്ല മാഡം, ഞാൻ തിരക്കുള്ളൊരു ന്യൂറോ സർജൻ അല്ലേ, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല മാഡം. ഇന്ന് 2 ഓപ്പറേഷൻ ഉള്ളതാണ്, അതുകൊണ്ടാണ്. മാഡം പേടിക്കണ്ട, ഞാൻ അതിനുള്ള തെളിവ് ഒരു വീഡിയോ ക്ലിപ്പായി ഗീതാഞ്ജലിയുടെ മൊബൈലിലേക്ക് അയച്ചേക്കാം. എന്താ പോരെ? മതി, അത്രയും ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗീതു അതൊക്കെ ആലോചിച്ചിട്ട് ജഡ്ജി ഒന്ന് നോക്കുക. മാഡം ശരി, എനിക്ക് മെൻ്റൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ ന്യൂറോ സർജനെ ഇവിടെ ഹാജരാക്കാൻ പറ്റുമോയെന്ന് അവരോട് ചോദിക്കും മാഡം. അത് കേട്ടത് പറ്റുമോ? അയ്യോ മാഡം, അത് വളരെ തിരക്കുള്ളൊരു ന്യൂറോ സർജനാണ്. അങ്ങനെയുള്ളപ്പോൾ ആ ഡോക്ടറെ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിക്കാനൊന്നും പറ്റില്ല. അപ്പം പിന്നെ എന്തിനാടോ ഇതിൻ്റെ ഇടയിൽ ആ ഡോക്ടറെ പിടിച്ചിട്ടത്? മാഡം ആ തെളിവുകൾ കാണാൻ. അത് കേട്ടതും ജഡ്ജ് ആ തെളിവ് പെൻഡ്രൈവ് ലാപ്ടോപ്പ് വഴി കണക്ട് ചെയ്ത് അവിടെ ഇരിക്കുന്ന TV-യിലേക്ക് കണക്ട് ചെയ്യുക. ഈ സമയം ഡോക്ടർ ലൈനിൽ വരുവാണ്. നമസ്കാരം, ഞാൻ ബാംഗ്ലൂരുള്ള ഡോക്ടർ ന്യൂറോ സർജനാണ്. പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ബാംഗ്ലൂർ വെച്ച് ഗീതാഞ്ജലിക്ക് ഒരു ആക്സിഡൻറ്റ് നടന്നു. ആ സംഭവത്തിൽ ഗീതാഞ്ജലിയെ പരിശോധിച്ചതും ഗീതാഞ്ജലിയെ ഇതാക്കിയതൊക്കെ ഞാൻ തന്നെയാണ്. എൻ്റെ പേഷ്യൻ്റായിരുന്നു ഗീതാഞ്ജലി. പിന്നെ ഗീതാഞ്ജലിക്ക് മെൻ്റൽ പ്രോബ്ലം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചെറിയ മെൻ്റൽ പ്രോബ്ലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയൊരു കൗൺസിലിംഗ് കൊടുക്കണമെന്ന് ഞാൻ അവരുടെ പാരൻസിനോട് പറഞ്ഞായിരുന്നു. എന്ന് കരുതി ഗീതാഞ്ജലി മൊത്തത്തിൽ അങ്ങോട്ടൊരു മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് ഞാൻ വരുത്തി തീർത്തിട്ടൊന്നുമില്ല. പിന്നെ അന്നേ ദിവസം ഡിസ്ചാർജ് ആവുന്നതിൻ്റെ രാവിലെ ഈ ഗീതാഞ്ജലിയുടെ അമ്മായിയമ്മ, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മ, എന്നെ വന്ന് കണ്ടിരുന്നു, രാധിക മാഡം. അവരെന്നെ വന്ന് കണ്ടിട്ട് നാട്ടിൽ പോയാലുടനെ ഗീതാഞ്ജലി നല്ലൊരു ഡോക്ടറെ കാണിക്കണമെന്നും അതുകൊണ്ട് അവൾക്കൊരു മെൻ്റൽ പ്രശ്നമുണ്ടെന്ന് എഴുതി തരണമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ അങ്ങ് എഴുതി കൊടുത്തു. പക്ഷേ അതിന്ന് ഗീതാഞ്ജലിയുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായി മാറിയെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്നോട് ക്ഷമിക്കണം, ഗീതാഞ്ജലിക്ക് ഒരു പ്രശ്നവും ഇല്ല, മെൻ്റലും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് മാറുക. അപ്പോൾ സിസ്റ്റർ, ഞാനും PS ഹോസ്പിറ്റലിലെ നേഴ്സാണ്. 10-15 ദിവസം ഗീതാഞ്ജലിയെ നോക്കിയത് ഞാനാണ്. ഗീതാഞ്ജലിക്ക് ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഡോക്ടർ പറഞ്ഞതുപോലെ അന്ന് ഗീതാഞ്ജലിക്ക് മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്ന് രാധിക മാഡം എഴുതിക്കുമ്പോൾ ഞാൻ ഡോക്ടറിനോടൊപ്പം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ സാക്ഷിയാണ്. ഇത് കേട്ടത് രാധിക അമ്മ, ദൈവമേ പണി കിട്ടിയല്ലോ മോനെ എന്നും വരുണിനോട്, അമ്മേ നമുക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും മുങ്ങാം, എങ്ങോട്ടെങ്കിലും പോകാം, വാ എഴുന്നേക്ക്, അങ്ങനെയൊന്നും മുങ്ങാൻ പറ്റില്ലടാ, നീ മിണ്ടാതെ അവിടെ ഇരിക്കേ. അത് കേട്ടതും ജഡ്ജ് രാധികയെ നോക്കുക. ഈ സമയം ജഡ്ജ് വീഡിയോ ക്ലിപ്പ് ഓഫ് ചെയ്ത് ഗോവിന്ദനാണെങ്കിൽ അയ്യടാന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ രാധിക രമേശൻ വക്കീലിനെ വിളിക്കുക. അപ്പോൾ രമേശൻ വക്കീൽ ഇങ്ങനെ ഇടങ്ങണിട്ട് നോക്കുക. അതെ, രണ്ടാമത്തെ എടുത്ത് പറ, രണ്ടാമത്തെ എന്നും രാധിക കൈകൊണ്ട് ആക്ഷൻ കാണിക്കുക. അപ്പോൾ ജഡ്ജി, ആരാ അവിടെ കഥകളി മുദ്ര കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും യുവർ ഓണർ എന്നും പറഞ്ഞുകൊണ്ട് രമേശൻ വക്കീൽ, എടോ ഇത് കഴിഞ്ഞില്ലേടോ, അതെ ഗീതാഞ്ജലിക്ക് മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്ന് വരുത്തി തീർക്കാനൊന്നും വേണ്ടി ഇത് ചെയ്തതല്ല. പിന്നെ എൻ്റെ കക്ഷിയുടെ 2ാം അമ്മയെ സംശയിക്കുന്ന രീതിയിൽ ഓരോന്ന് മാറ്റിമറിക്കുകയാണ്. അതിനല്ലേ ഞാൻ പറഞ്ഞത് രമേശൻ വക്കീലെ, സംശയത്തിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ തെളിവ് സഹിതം ഡോക്ടർ തന്നെ നേരിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കിപ്പോൾ ഗീതാഞ്ജലിക്ക് മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്ന് പറയാനും പറ്റില്ല. മാഡം, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഇനിയും നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒരു മെൻ്റൽ ചെക്കപ്പിന് ഞാൻ തയ്യാറാണ്. എന്നെ ചെക്കപ്പ് ചെയ്യാൻ മാഡം ഉത്തരവിട്ടോ, എനിക്കതിലൊരു പ്രശ്നവുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗീതാഞ്ജലി പേടിക്കേണ്ട, ഗീതാഞ്ജലിയുടെ വാദം ജയിച്ചിരിക്കുന്നു. എന്തായാലും ഗീതാഞ്ജലിക്ക് ഒരു പ്രോബ്ലം ഇല്ലെന്ന് മനസ്സിലായി. ഇത്രയും ബുദ്ധിയോടുകൂടെ സംസാരിക്കുന്ന ഈ കുട്ടിക്കാണോ രമേശൻ വക്കീലെ വട്ട്? താൻ എന്തൊക്കെയാണോ വിളിച്ച് പറയുന്നേ? യുവർ ഓണർ, ഒന്നും പറയണ്ട, പോയി അവിടെ ഇരിക്കും. അപ്പോൾ വക്കീൽ ഒന്നും മിണ്ടാതെ അവിടെ പോയി ഇരിക്കുക. ഈ സമയം ഗോവിന്ദ് ഇങ്ങനെ നോക്കുക ഗീതുവിനെ, രാധികയും തിരിഞ്ഞ് നോക്കുക. എല്ലാം വ്യക്തമായി മനസ്സിലായില്ലേ മാഡം? എനിക്കെതിരെ 2 വ്യാജ തെളിവുകളാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കോടതിക്ക് ഇനി അന്വേഷിക്കാമല്ലോ. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായില്ലേ? അത് കേട്ടതും അത് ശരിയാണ്, ഗീതാഞ്ജലിക്കെതിരെ 2 വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയത് ആരാണെന്നും പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കും. ഈ കേസ് വരുന്ന 10-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി. ഈശ്വര, 10-ാം തീയതിയോ? അമ്മേ, പെട്ടെന്നൊരു വക്കീലിനെ വിളിച്ച് മുൻകൂർ ജാമ്യം എടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ അമ്മക്ക് പണി കിട്ടും. ഒന്നും മിണ്ടാതിരിയടാ, നീ എന്നെ പേടിപ്പിക്കല്ലേ എന്നും രാധിക.
ഈ സമയം ഗീതാഞ്ജലിക്ക് ഒരു കുഴപ്പമില്ലെന്ന് കോടതിക്ക് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ രമേശൻ വക്കീൽ ഒബ്ജക്ഷൻ യുവർ ഓണർ. ദേ പിന്നെ ഒബ്ജക്ഷൻ. എന്താണോ? അതെ, എൻ്റെ കക്ഷിയോടൊപ്പം ഈ ഗീതാഞ്ജലി താമസിക്കാൻ പാടില്ല. ഡിവോഴ്സ് കിട്ടുന്നത് വരെ ഇവർ മാറി താമസിക്കണം. എന്തിനാടോ പിന്നെ ഡിവോഴ്സ്? ഡിവോഴ്സ് കിട്ടുന്നത് വരെയെങ്കിലും ഇവർ ഒരുമിച്ച് ജീവിച്ചോട്ടേടോ എന്നും വക്കീലിനോട് പറയുക ജഡ്ജി. അത് കേട്ടത് വക്കീൽ വീണ്ടും അവിടെ പോയിരുന്നു. ഒരു വക്കീൽ ഇയാൾ എവിടെ നിന്ന് കിട്ടിയെന്നാവോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം മാഡം, എനിക്കൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. എന്താ? ഒരു ഭാര്യ എന്ന നിലയിൽ എന്നെ എൻ്റെ ഭർത്താവിൻ്റെ മുറിയിൽ പോലും കയറ്റുന്നില്ല. അത് കേട്ടതും ജഡ്ജി അതൊരു വലിയ പ്രശ്നമാണല്ലോ. എന്താണോ? എന്താ പ്രശ്നം എന്നും ഗോവിന്ദനോട് ജഡ്ജി ചോദിക്കുക. മാഡം, ഇവള് എൻ്റെ ഭാര്യയായിട്ടൊന്നും കഴിയുന്നില്ല. അത് കേട്ടതും ആര് പറഞ്ഞു? എൻ്റെ ഭാര്യയുടെ എല്ലാ കടമയും ഞാൻ ചെയ്യുന്നുണ്ട്. എന്ത് കടമ ചെയ്യുന്നു? അതൊക്കെ നിന്റെ വെറും അഭിനയമല്ലേ? അതെ, പറയേണ്ടത് എന്നെ നോക്കിയാ, ഇങ്ങോട്ട് നോക്കി പറ എന്നും ജഡ്ജ്. അത് കേട്ടത് മാഡം, അതൊക്കെ ഇവളുടെ വെറും നാടകം കളിയാ. ആര് പറഞ്ഞു? ഞാൻ എൻ്റെ ഭാര്യയുടെ കടമ എല്ലാം നിർവഹിക്കുന്നുണ്ട്. ഇല്ല. അത് കേട്ടതും ഗീതു, കാലത്ത് എണീറ്റ് ഞാൻ ബെഡ്റൂമിൽ ചായ കൊണ്ട് തരുന്നില്ലേ? ഉണ്ട്. നിങ്ങളോടൊപ്പം യോഗ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഉണ്ട്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാനും വിളമ്പി തരുന്നില്ലേ? ഉണ്ട്. കുളിക്കാൻ പോകുമ്പോൾ സോപ്പും ടവലും ഒക്കെ എടുത്തു തരുന്നില്ലേ? ഉണ്ട്. എൻ്റെ ഗോവിന്ദ് മാധവേ, ഇതിനേക്കാൾ കൂടുതൽ ഒരു ഭാര്യ എന്താണ് ചെയ്യേണ്ടത്? അത് മാത്രമല്ല മാഡം, രാത്രി എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങുമ്പോൾ താരാട്ട് പാട്ടുപാടി ഉറക്കുന്നുമുണ്ട്. അത് കേട്ടതും ജഡ്ജിക്ക് നാണം വരിക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അത് പിന്നെ അതൊക്കെ ഇവളുടെ വെറും നാടകമാണ് മാഡം. എടോ, എന്താടോ ഇത്? അതെ, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഒരു ഭർത്താവിന് കിട്ടേണ്ടത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇവളിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. അത് കേട്ടതും ജഡ്ജി, ദേ ഞാൻ പറഞ്ഞു കോടതിയെ പൊട്ടനാക്കുന്ന ചോദ്യമൊന്നും ചോദിക്കരുതെന്ന്. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കണോ? മാഡം, ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഇവളിൽ നിന്നും ഒരു മനസ്സമാധാനം കിട്ടുന്നില്ലെന്നാ. അതായിരുന്നോ? ഞാൻ തെറ്റിദ്ധരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജി ഗോവിന്ദനെ നോക്കുക. ഈ സമയം ശരി മാഡം, എൻ്റെ ഭർത്താവിൻ്റെ ബെഡ്റൂമിൽ എനിക്ക് കയറണം. അത് കേട്ടത്, അതെന്താണ് ഭർത്താവേ, താൻ എന്താ ഗീതാഞ്ജലിയെ ബെഡ്റൂമിൽ കയറ്റാത്തത്? അത് കേട്ടത് ഗോവിന്ദ്, ഇവളെൻ്റെ മുറി കയറണ്ട. അപ്പോൾ എൻ്റെ കണ്ണേട്ടനെ കുറ്റം പറയല്ലേ മാഡം. എൻ്റെ കണ്ണേട്ടനൊരു പാവ. ഞാൻ ആ ബെഡ്റൂമിൽ കയറാതിരിക്കാൻ കാരണക്കാരിയായത് എൻ്റെ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയാണ്. എടോ ഗോവിന്ദ് മാധവ്, നിങ്ങൾ ഭാര്യ ഭർത്താവിൻ്റെ ജീവിതത്തിൽ എന്തിനാടോ തൻ്റെ രണ്ടാനമ്മ എത്തി നോക്കുന്നേ? എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല. കലക്കി, നന്നായി, എനിക്കിഷ്ടപ്പെട്ടു. ഭാര്യയെക്കാളും തനിക്ക് പ്രാധാന്യം തൻ്റെ രണ്ടാനമ്മയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജി ഭയങ്കര സ്പീഡിൽ എഴുതുക. ഈ കേസിൻ്റെ അവസാനം വരെ ഗീതാഞ്ജലിക്ക് ബെഡ്റൂമിൽ കഴിയാനുള്ള എല്ലാ ഉത്തരവും കോടതി ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായ നിയമത്തിൻ്റെ സഹായം ഗീതാഞ്ജലിക്ക് തേടാവുന്നതാണ്. ഇത് കേട്ടത് രാധികയും വരണം അവിടെ നിന്നും എഴുന്നേറ്റ് ഇങ്ങനെ പോവുക. ഈ സമയം ഗോവിന്ദ് അവിടെ തന്നെ നിൽക്കുക. എന്താ, കൂണ്ടിൽ നിന്ന് ഇറങ്ങിക്കോ, ഇനിയിപ്പോൾ കൂണ്ടിനകത്ത് പ്രശ്നമൊന്നുമില്ല, ഇറങ്ങിക്കോ. അത് കേട്ടത് ഗോവിന്ദ് അവിടെ നിന്ന് ഇറങ്ങി. രമേശൻ വക്കീലേ, LLBക്ക് പഠിച്ചത് വെറുതെ ആയി പോയല്ലോ. ദേ ഗീതാഞ്ജലിയെ പോലെ എൻ്റെ നിയമസഭാ സമിതി കണ്ടു പഠിക്ക്. അതാവുമ്പോൾ ഒരു ഉപകാരമെങ്കിലും ഉണ്ടാവും. സോറി മാഡം. എന്നെണീറ്റ് പോ. അത് കേട്ടത് ഗീതുവിന് ചിരി വരിക. മാഡം, എനിക്കൊരു സഹായം വേണം. എന്താ? മാഡത്തിൻ്റെ നമ്പർ ഒന്ന് തരാമോ? നമ്പർ വേണോ അല്ലേ? എൻ്റെ നമ്പർ വേണോ അല്ലേ? ഒന്ന് തരുമോ മാഡം? ഒരു ഹെൽപ്പിന് വേണ്ടിയാ. ഒരു അത്യാവശ്യത്തിന് ആവശ്യം വന്നാൽ ഒരു കാര്യം ചെയ്യും. കോടതി കഴിയുന്നത് വരെ കോടതി വരാന്തയിൽ കാത്തു നിൽക്ക്. അത് കഴിയുമ്പോൾ നമ്പർ തരാം. ശരി മാഡം. അപ്പോൾ ഗീതു അങ്ങോട്ട് പോവുക. ഗോവിന്ദനാണെങ്കിൽ ചിരി വരിക. ഗീതുവിന് പണിഷ്മെൻറ്റ് കൊടുത്താന്ന് മനസ്സിലായി. അപ്പോൾ ഗീതു അവിടെ നിൽക്കുക. അങ്ങനെ കോടതിയൊക്കെ കഴിഞ്ഞ് ഗീതു അങ്ങോട്ട് ചെല്ലാം. മാഡം, എനിക്ക് നമ്പർ. താനപ്പോൾ പോയില്ലേ? ഞാൻ വിചാരിച്ചു 2 മണിക്കൂറോളം കോടതി വരാന്തയിൽ നിൽക്കാതെ താൻ പോകുമെന്ന്. അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ മാഡം. മാഡം ഒരു വാക്ക് തന്നത് ചെയ്യുമെന്ന് എനിക്കറിയാം. അതെ, കോടതിയിൽ വെച്ച് ഒരു ജഡ്ജിയുടെ നമ്പർ ചോദിച്ചതിന് തന്നെ തൂക്കി അകത്തിടാൻ എനിക്ക് അറിയാൻ പാടില്ല. അകത്തിടാനുള്ള വകുപ്പുണ്ട്. അയ്യോ, ഞാൻ അത്രയ്ക്കില്ല തെറ്റായിട്ട് ചെയ്തോ? എടോ, താൻ ഇങ്ങനെ പാവം അഭിനയിച്ച് മറ്റുള്ളവരെ കോമാളിയാക്കണമെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അത് കേട്ടതും സോറി മാഡം എന്നും പറഞ്ഞ് ഗീതു തലയും കൊമ്പിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷേ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തനിക്ക് ഞാനൊരു സമ്മാനം തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെൺഡ്രൈവ് എടുത്ത് ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഇതെന്താ മാഡം? ഇതേ സമിതിയിലുള്ള എൻ്റെ പ്രത്യേക പ്രോഗ്രാമാണ്. ഇതൊക്കെ കണ്ടോ. അടുത്ത 10-ാം തീയതി വരുമ്പോൾ ഇത് കണ്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും താൻ വിജയിക്കും. ഇപ്രാവശ്യം എതിർഭാഗം രമേശൻ വക്കീലായതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടത്.
വേറെ ഏതെങ്കിലും വക്കീലായിരുന്നെങ്കിൽ വെള്ളം കുടിച്ചാന്നെ എന്നും ജഡ്ജി പറയുക. ശരി മാഡം, ആ എന്നാലേ ഈ നമ്പറൂടെ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നമ്പറും കൊടുക്കുക. താങ്ക് യു മാഡം, എന്നാൽ ഞാൻ പോയിക്കോട്ടെ. ശരി പോയിക്കോ, ഈ സമയം വരും. എനിക്ക് തോന്നുന്നു അവൾ ജഡ്ജിയെ കൂടെ കയ്യിലെടുക്കുക. അത് ശരിയാ, അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല. പക്ഷേ ജഡ്ജിയെ കയ്യിലെടുത്തെങ്കിൽ ജഡ്ജി അവൾക്ക് എന്തിനാ പണിഷ്മെൻറ്റ് കൊടുത്തത്? 2 മണിക്കൂർ ഇവിടെ നിർത്താൻ? അതൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്നതാ വരുണേ. അവൾ ജഡ്ജിയെ സ്വാധീനിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാ. അത് ശരിയാ. അല്ല, എനിക്കതൊന്നും അല്ല അറിയാനുള്ളത്. ഈ ഗീതുവിൻ്റെ കള്ള സൈൻ ആരാ ചെയ്തത് അതെനിക്കറിയണം. അത് കേട്ടത് രാധിക ഞെട്ടി. ഡോക്ടറെ കണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്ത് അമ്മയാണെന്ന് തെളിഞ്ഞു. അമ്മ അങ്ങനെ ചെയ്തോ? ഇല്ല മോനെ, നിന്റെ ഭാര്യ മെൻ്റൽ പ്രോബ്ലം ഉള്ള ഒരു പേഷ്യൻ്റ് ആണെന്ന് ഞാൻ പറയോ എന്നും രാധിക. ഇത് കേട്ടതും ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഗീതുവിൻ്റെ കള്ള ഒപ്പിട്ടത് ആരാണ് അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നും ഗോവിന്ദൻ്റെ ചോദ്യത്തിന് മുൻപിൽ അടിപതറി നിൽക്കുകയാണ് രാധിക. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാം. ഇനി നടക്കാൻ പോകുന്ന അടിപൊളി വിശേഷമാണ്. പ്രേക്ഷകർ ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.